നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 T20 ലോകകപ്പ് ആവേശം സെമിയിലേക്ക് കടക്കുകയാണ്. ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ് എന്നീ ടീമുകളാണ് നിലവിൽ സെമി ഉറപ്പിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ് എന്നിവരിൽ ആരാണ് സെമിയിലെത്തുക എന്നത് മാത്രമാണ് അറിയേണ്ട കാര്യം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ആര് ജയിക്കുന്നുവോ അവരാകും സെമിയിലേക്ക് എത്തുക. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ വിൻഡീസ് പോരാട്ടം ഒരു വിർച്വൽ ക്വാർട്ടർ ഫൈനൽ മത്സരമായി മാറിയിരിക്കുകയാണ്. ആതിഥേയരായ ഇന്ത്യയും 2 തവണ T20 ലോകകപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസും കരുത്തുറ്റ താരങ്ങളുടെ നിരയാണ്. അതുകൊണ്ട് തന്നെ തീ പാറുന്ന പോരാട്ടമാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ സൂപ്പർ പോരാട്ടത്തിന് മുമ്പ് ഇന്ത്യക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസ് പരിശീലകനായ ഡാരൻ സെമി. ഇന്ത്യയുടെ സ്പിൻ തന്ത്രം പൊളിക്കുമെന്ന മുന്നറിയിപ്പാണ് സമി നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ താരം വരുൺ ചക്രവർത്തിയെ നേരിടാനുള്ള പദ്ധതി തങ്ങളുടെ കൈവശം ഉണ്ടെന്നാണ് പ്രധാനമായും സെമി പറയുന്നത്. ആദ്യത്തെ കുറച്ച് ഓവറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ വേഗത്തിൽ പിച്ചിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായി വരും. തങ്ങളുടെ പോരാളികൾ ഇന്ത്യക്കെതിരെ പോരാടാൻ തയ്യാറാണ്. തങ്ങളുടെ സന്ദേശം വളരെ വ്യക്തമാണ്. അഹമ്മദാബാദിൽ സംഭവിച്ചതെല്ലാം വിട്ടേക്കൂ. ഇന്ത്യൻ ടീമിനെതിരെ ജയിക്കാനുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൊൽക്കത്ത തനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വേദികളിൽ ഒന്നാണ്. ഇന്ത്യയെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ തങ്ങളുടെ അടുത്ത തലമുറക്കും അത് പ്രചോദനമായി മാറും. തന്റെ അനുഭവ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയുള്ള നിർദ്ദേശങ്ങളാണ് ടീമിന് നൽകിയിരിക്കുന്നത്. മികച്ച പ്രകടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ സ്പിൻ നിരക്കെതിരെ വ്യക്തമായ പദ്ധതിയുണ്ട്. ഷിംറോൺ ഹെറ്റ്മെയറുടെ പോസിറ്റീവ് ക്രിക്കറ്റ് തങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. സമ്മർദ്ദമില്ലാതെ കളിക്കുന്നവനാണ് ഹെറ്റി. അവൻ മത്സരം ആസ്വദിച്ച് കളിക്കുന്നു. അവന്റെ ബാറ്റിംഗ് വളരെ പോസിറ്റീവായ സന്ദേശമാണ് ടീമിന് നൽകുന്നത്. ഇന്ത്യയുടെ എല്ലാ ബോളർമാർക്കെതിരെയും പ്രത്യേക പദ്ധതികളാണ് തങ്ങൾക്കുള്ളത്. മികച്ചൊരു മത്സരമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഡാരൻ സെമി പറഞ്ഞു. കൊൽക്കത്തയിൽ നടക്കുന്ന മത്സരം ആവേശകരമായി മാറുമെന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് വിൻഡീസ് പരിശീലകൻ നൽകുന്നത്. അതേസമയം ഇന്ത്യയുടെ ഭാഗ്യ മൈതാനങ്ങളിൽ ഒന്നാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മുൻതൂക്കം ഉണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ 4 തവണ കളിച്ചപ്പോൾ 3 തവണയും വിജയിച്ച ടീമാണ് വെസ്റ്റ് ഇൻഡീസ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ഇന്ത്യയെ പോലെ തന്നെ വെസ്റ്റ് ഇൻഡീസും വളരെ ആഴത്തിൽ ബാറ്റിംഗ് കരുത്തുള്ള ടീമുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവസാനം വരെ ശക്തമായ പോരാട്ടം തന്നെ ഇന്ത്യ പ്രതീക്ഷിക്കണം. കൊൽക്കത്തയിൽ സ്പിന്നിനെ ഇറക്കി കളി പിടിക്കുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരമായ വരുണിന് ഈഡൻ ഗാർഡൻസ് പിച്ചിനെ കുറിച്ച് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ വരുണിനെ പൂട്ടേണ്ടത് വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വരുൺ കഴിഞ്ഞ 2 മത്സരങ്ങളിലും മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വിൻഡീസിനെതിരെ താരത്തിന്റെ ഫോം വളരെയധികം നിർണായകമാണ്. കൊൽക്കത്തയിൽ ബാറ്റിംഗ് പിച്ചാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ മികച്ച ബാറ്റിംഗ് പ്രകടനം പ്രതീക്ഷിക്കാം. T20 ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും സൂപ്പർ 8-ൽ കടന്നത്. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിച്ചപ്പോൾ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും പരാജയപ്പെട്ടു. സിംബാബ്വെക്കെതിരെ മികച്ച വിജയം നേടിയതോടെ 2 ടീമുകളുടെയും അക്കൗണ്ടിലുള്ളത് 2 പോയിന്റുകൾ വീതമാണ്. കൊൽക്കത്തയിൽ നടക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്നവർ 4 പോയിന്റുകൾ സ്വന്തമാക്കി സെമി ഫൈനൽ ഉറപ്പിക്കും. സെമിയിലേക്ക് കടന്നാൽ ഇംഗ്ലണ്ടോ ന്യൂസിലാൻഡോ ആയിരിക്കും എതിരാളികൾ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.